കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോൾക്കൊരു പുതിയ കൂട്ടുകാരിയെ കൂടി കിട്ടിയിരിക്കുകയാണ്, തമ്പുരുവിനെ വളരെയധികം നമ്മുടെ ഉണ്ണിമോൾക്ക് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. അപ്പൊ ഗിരിദേവൻ പറയുന്നുണ്ട്, കരയുന്ന മനസ്സുകളെ ചേർത്ത് പിടിക്കണം. അതിന് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കും വിജയങ്ങൾ ഉണ്ടാവും. ദേവി ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോളോട് കാര്യങ്ങൾ പറയുമ്പം ഉണ്ണിമോൾക്ക് ചെറിയ രീതിയിലൊക്കെ പിടികിട്ടി. ഈ പറയുന്ന തമ്പുരുവിനെ ചേർത്ത് നിർത്തിയാലാണ് ദേവിക്ക് ഏറ്റവും അധികം സന്തോഷമാകുക എന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ണിമോളും. അപ്പോൾ ഉണ്ണിമോളുടെ മുത്തശ്ശിയാണെങ്കിലോ രവിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. രവി പറയുന്നുണ്ട്, തൻ്റെ മകള് അത്യാവശ്യം നല്ല രീതിയിൽ വർത്താനം പറയുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തിരുന്നൊരു മോള് തന്നെയാണ്. എൻ്റെ ഭാര്യയും നന്നായിട്ട് പാടുന്നതാണ്. ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഇല്ലത്തിലെ ആൾക്കാരാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം മുത്തശ്ശിയാണെങ്കിലോ എന്താ പിന്നെ കുഞ്ഞിന് സംഭവിച്ചത്, മോൾക്ക് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മുത്തശ്ശി. പക്ഷേ എൻ്റെ മോൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൾ ആരെയൊക്കെയോ ഭയപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങളൊന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ആ പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തോ ഒരു ബാധ ഉപദ്രവം പോലെയാണ്, കുഞ്ഞിന് പിന്നാലെ ആരോ കൂടിയിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് ആ ഭജന ഇരിക്കാനുമാണ് തിരുമേനി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ശക്തിയുള്ള ദേവിയാണ്, എൻ്റെ ഉണ്ണിമോളുടെ ശാപങ്ങളും ദോഷങ്ങളും എല്ലാം മാറ്റിത്തന്ന ദേവിയാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഉണ്ണിമോളെ ഒരു കാലത്ത് എല്ലാ ആൾക്കാരും പഴിച്ചിരുന്നു. ഭാഗ്യദോഷക്കാരി, ജാതകം ശരിയല്ല, അതുപോലെ കണി കണ്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എൻ്റെ മോളെ വിഷമിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. അപശകുനം എന്ന് വിളിച്ചിരുന്ന ആൾക്കാർ പോലും ഇപ്പതാ മഹാലക്ഷ്മി വരുന്നു എന്നാണ് എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ പറയുന്നത്. അതിനെല്ലാം കാരണക്കാരിയായിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി ദേവിയാണെന്ന് മുത്തശ്ശി ഇങ്ങനെ രവിയോട് പറയുമ്പം രവി ഈ കഥകൾ കേൾക്കാൻ താല്പര്യപ്പെടുകയാണ്. മുത്തശ്ശി ശാന്തന്റെയും അമ്മയുടെയും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രവിക്ക്. അപ്പൊ രവി ഇതെല്ലാം കേട്ടു. ദേവിയുടെ ആ ഒരു പൈതാഹങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത ബാലികയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഉണ്ണിമോളെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കിനും ഇവനും നമ്മുടെ ഗിരിദേവനോടും അതുപോലെ തന്നെ ഉണ്ണിമോളോടും ഒക്കെ പോയി സഹായം ചോദിക്കുകയാണ്. തൻ്റെ മകൾക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ഗിരിദേവൻ ആലോചിക്കാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രാജീവന്റെ വിവരങ്ങൾ അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന അനുപമയാണ്. അപ്പോൾ ദാ ജയനും മിനിയും അവരുടെ വീട്ടിലെത്തി. അവരറിഞ്ഞ വിവരങ്ങളെല്ലാം നമ്മുടെ രാജീവനെ കുറിച്ചിട്ട് അവരന്വേഷിച്ച് അറിഞ്ഞ വിവരങ്ങളെല്ലാം അനുപമയോട് പങ്കുവെക്കുകയാണ്. അപ്പം അനുപമ വിചാരിച്ചിരുന്നത് പുള്ളിക്കാരൻ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിലേക്ക് പോയതാണെന്നും അവിടെ എന്തോ ഒരു ചെറിയ ജോലി സെറ്റായിട്ടുണ്ട് എന്നുള്ള കാര്യം താൻ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളല്ല സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുപമ വളരെയധികം വിഷമിക്കുമ്പോഴത്തേക്കിനും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് മിനിയും ചിന്തിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ആ സാറിനോട് പറയണം, അവൻ എന്തോ ഒരു കുരുക്കിൽ പോയി പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും പോലീസുകാർക്ക് നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പം അങ്ങനെ അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഫോൺ എടുക്കുകയോ വിളിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സാറിനെ കൊണ്ട് തന്നെ അന്വേഷിക്കാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ജയൻ നമ്മുടെ അനുപമയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം മിനിയും പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, നീ കരഞ്ഞു കഴിഞ്ഞാൽ അഖിൽമോനും അത് സങ്കടമാകും, അതുകൊണ്ട് തന്നെ നീ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോഴും ഒരു പിടിയും കിട്ടാതെ ഇരിക്കുകയാണ് നമ്മുടെ അനുപമ. നമ്മൾ മുൻപ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളുടെ ഏകദേശ ഫലമൊക്കെ ഇപ്പം തന്നെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആൾക്കാർക്ക്. അതിൻ്റെ പരിണിത ഫലമാണ് അനുപമ അനുഭവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ആ സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ഉണ്ണിമോള് പോയിട്ട് പറയുന്നുണ്ട്, അതെ തമ്പുരു അധിക ദിവസമൊന്നും ഇവിടെ ഭജന ഇരിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഗിരിദേവ എന്ത് ചെയ്യും, അവൾക്ക് ഇനിയും സംസാരിക്കാനൊക്കെ പറ്റുമോ? അവൾ ഒരു 11 ദിവസം അന്നപൂർണേശ്വരി ദേവിയുടെ നടയിൽ ഭജന ഇരുന്നാൽ ഒരു പക്ഷേ അവൾക്ക് പാട്ട് പാടാനോ സംസാരിക്കാനോ ഒക്കെ കഴിയും എന്നുള്ള കാര്യം ഗിരിദേവൻ പറയുമ്പോഴത്തേക്കിനും അത്രയും ദിവസമൊക്കെ ആ കുട്ടി അവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലോ രവി വന്നിട്ട് നമ്മുടെ ഗിരിദേവൻ്റെ സഹായം തേടുകയാണ്. ഗിരിദേവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ദുഃഖങ്ങളെല്ലാം മാറുമെന്ന് ദേവിക മുത്തശ്ശി പറഞ്ഞു
പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പം ഗിരിദേവൻ നമ്മുടെ വാവയെ നോക്കി ഒന്ന് ചിരിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഗിരിദേവനും ഉണ്ണിമോളും വാവയും ലെമ്പും ഒക്കെ കൂടി അവളുടെ വീട്ടിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നഷ്ടപ്പെട്ടു പോയ മുതലെല്ലാം തിരികെ ലഭിക്കണമല്ലോ. അപ്പം നമ്മുടെ തമ്പുരുമോള് ഇതാ തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഗിരിദേവൻ പറയാത്തത് കൊണ്ട് തന്നെ വളരെ വിഷമിച്ച് അച്ഛനും മകളും ഒക്കെ കൂടി ഇറങ്ങുന്ന സമയത്താണെങ്കിലോ ബ്രഹ്മരക്ഷസ് കുഞ്ഞിനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ട് നിൽക്കുന്ന ബ്രഹ്മരക്ഷസിനെ കാണിച്ച് കുഞ്ഞു ഭയപ്പെടുകയാണ്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്